ഇന്ന് ജൂലൈ 17 ഈ ആഴ്ച OTT റിലീസാകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടേത് ഉൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട OTT റിലീസായ കുബേര OTT റിലീസാണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 18 തീയതി ആമസോൺ പ്രൈമിൽ OTT റിലീസാകുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വെറും ഒരു മാസത്തിനുള്ളിൽ OTT റിലീസിനൊരുങ്ങുന്ന കുബേര മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസാകുന്നതാണ്. രണ്ടാമത്തേത് ഈ ആഴ്ച മലയാളത്തിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന അസ്ത്ര എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അമിത് ചക്കാലക്കൽ നായകനെത്തിയ സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ മനോരമ മാക്സിൽ OTT റിലീസാകുന്നതാണ്. നേരത്തെ മനോരമ മാക്സിലും അതിനു മുന്നേ ആമസോൺ പ്രൈമിൽ OTT റിലീസായ ഒരു മലയാളം സിനിമയാണ് അൻപോട് കൺമണി. സിനിമയുടെ തമിഴ് ഡബ് വെർഷൻ ഇന്ന് അർദ്ധരാത്രി മുതൽ സിംപിളി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുമെന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. പടൈത്തലൈവൻ എന്നൊരു തമിഴ് സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 18 മുതൽ തെൻകോട്ട OTT പ്ലാറ്റ്ഫോമിൽ OTT റിലീസാകുന്നതാണ്. സ്പെഷ്യൽ ഓപ്സിന്റെ രണ്ടാമത്തെ സീസൺ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസാകും. ഈ സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. നാളെ രാത്രി 8 മണിയോടെ സീഫവിലൂടെ OTT റിലീസാകുകയാണ് ദി ഭൂതിനി എന്ന സിനിമ. ഒരേ സമയം ടെലിവിഷൻ പ്രീമിയറിനായിട്ടും OTT റിലീസിനായിട്ടും സഞ്ജീതത്തിന്റെ ഹൊറർ സിനിമ ഒരുങ്ങുകയാണ്. ഏഴാമത്തേത് സീഫവിന്റെ തന്നെ സട്ടമും നീതിയും എന്ന തമിഴ് ഡയറക്ട് OTT സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 18 സിനിമ ലഭ്യമാകുന്നതാണ്. ജൂൺ അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ കനത്ത പരാജയം നേരിട്ട വിഷ്ണു മഞ്ജു നായകനെത്തിയ തെലുഗു പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ കണ്ണപ്പ. ചിത്രം ഇപ്പോഴത്തെ തിയേറ്ററുകളിലേക്ക് എത്തി ഒരു മാസത്തിന് മുന്നേ OTT റിലീസാകാനായിട്ട് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമിലൂടെ ഈ ആഴ്ച ജൂലൈ 18 അതല്ലെങ്കിൽ അടുത്ത ആഴ്ച ജൂലൈ 24 സിനിമ OTT റിലീസാകുമെന്നാണ് റിപ്പോർട്ട്. റെന്റ് ഓപ്ഷനിൽ നാളെ ലഭ്യമാക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മുടെ OTT ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള OTTക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വൻ താരനിര ഭാഗമായ സിനിമ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ തന്നെയായിരിക്കും ആമസോൺ പ്രൈമിൽ ലഭ്യമാകുക.